ഇന്നിപ്പോൾ നമ്മളെ പരിപാടി ഒരു പ്ലംബിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഇനി നമുക്ക് ബാലൻസ് ആയിട്ടുള്ള പണി എന്നത് ടാങ്ക് ലൈൻ ഇറക്കലാണ്. അതായത് മോട്ടർ ലൈന് ടാങ്കിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന ലൈനാണ് നമുക്ക് ഇറക്കാനുള്ളത്. ഈ കാണുന്ന വാളിലാണ് നമുക്ക് ലൈൻ ഇറക്കാനുള്ളത്. അങ്ങനെ നമുക്ക് ഹോൾസ് അടിക്കാനുള്ളത് 3 സ്ലാബിനാണ് നമുക്ക് ഹോൾസ് അടിക്കാനുള്ളത്. ഒരു സൈഡും മെയിൻ സ്ലാബും അതുപോലെ തന്നെ മുകളിലൊരു ടോപ്പിലൊരു സ്ലാബുണ്ട്. ഈ 3 സ്ലാബാണ് നമുക്ക് ഹോൾസ് അടിക്കാനുള്ളത്. അങ്ങനെ മാർക്കും കാര്യങ്ങളും ചെയ്തിട്ട് കറക്റ്റ് മാർക്കും കാര്യം ചെയ്യുക. എന്നിട്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പൊട്ടിക്കാൻ. നാല് ഭാഗവും കറക്റ്റ് കട്ടർ വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിലെ സ്ലാബ് പൊട്ടിക്കാൻ കഴിയും. താഴത്തെ 2 സ്ലാബ് പൊട്ടിക്കാനാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരിക. അത്ര സുഖം ഉണ്ടായിരിക്കില്ല, കുറച്ച് ടഫായിരിക്കും. എന്നാലും കട്ടർ വെച്ചിട്ട് നമ്മൾ മെഷീൻ വെച്ചാണ് പൊട്ടിക്കുന്നത്. ഏറ്റവും ടോപ്പത്തെ നമുക്ക് കട്ടർ വെച്ച് കഴിഞ്ഞാൽ അമർച്ചടിച്ചാൽ തന്നെ സിമ്പിളായിട്ട് പൊട്ടാവുന്നതാണ്. ഇത് കണ്ടില്ലേ, 2 മീറ്റർ മുഴുവൻ തന്നെ സിമ്പിളായിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിപ്പോകുന്നതാണ്. സിമ്പിളായിട്ട് പൊട്ടിപ്പോരുന്നതാണ്. കറക്റ്റ് കട്ടർ വെച്ചത് കറക്റ്റ് ക്ലിയർ ആണെങ്കിൽ സിമ്പിളായിട്ട് പൊട്ടിപ്പോരുന്നതാണ്. അങ്ങനെ സിമ്പിളായിട്ട് അടിച്ചാൽ പൊട്ടാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ഏറ്റവും ടോപ്പത്ത് പൊട്ടിക്കാൻ വളരെ സിമ്പിളാണെന്നുള്ളത്. താഴത്തെ 2 സ്ലാബാണ് നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരുന്നത്. അത് നമുക്ക് മെഷീൻ വെച്ചാണ് പൊട്ടിക്കുന്നത്. ഇനി നമുക്ക് ഈ 2 സ്ലാബാണ് പൊട്ടിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ 3 സ്ലാബും പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നൂലടിക്കണം. നീളം അടിച്ചിട്ട് ലെവലടിക്കണം. നൂലടിച്ചിട്ട് വേണം നമുക്ക് ക്ലാമ്പിനുള്ള സംഗതികൾ ചെയ്യാൻ. നൂലടിച്ചടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ക്ലാമ്പ് അടിക്കലാണ്. ക്ലാമ്പ് മാക്സിമം 60, 70 സെൻറ്റ്, 55 സെൻറ്റ് പോലെ അളവിനും അവിടെ ഏരിയക്കനുസരിച്ചാണ് നമ്മൾ അങ്ങനെ കൊടുക്കാറ്. മാക്സിമം 50, 55, 60 കൊടുക്കൽ. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഡ്രില്ലടിച്ച് വാൾ പ്ലഗ് ഇട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കണം. നമ്മളിവിടെ ക്ലാമ്പ് ചെയ്യുന്നത് ക്ലാമ്പ് ടു ക്ലാമ്പാണ്. ഇവിടെ നമ്മൾ ഇറക്കുന്നത് 5 പൈപ്പാണ്. അതായത് 1.5 ഇഞ്ച് വെള്ളം ഇറങ്ങുന്നത്, 2 പൈപ്പ് വെള്ളം കയറുന്നത്, ഒന്ന് കോയിൽ, ഒന്ന് കോയിൽ കിണർ, ഒന്ന് കിണർ. പിന്നെ ഒന്ന് നമ്മൾ വാട്ടർ അതോറിറ്റിൻ്റെ വെള്ളം കയറാനുള്ള ഒരു 3/4 ഇഞ്ചും ഓവർഫ്ലോക്ക് 1 ഇഞ്ചും ആണ് നമ്മൾ ഇവിടെ ഇടുന്നത്. അങ്ങനെ 5 പൈപ്പാണ് നമ്മൾ ടോട്ടലായിട്ട് ലൈൻ അടിക്കുന്നത്. ഇതുപോലെ ക്ലാമ്പ് ടു ക്ലാമ്പ് അടിച്ചിട്ട് ഡ്രില്ല് ചെയ്ത് ഒരു ലൈനായിട്ട് വൃത്തിക്ക് തന്നെ കറക്റ്റ് ക്ലാമ്പ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഏകദേശം പകുതി ഭാഗം വരെ എല്ലാ ലൈനും ഇറക്കിയിട്ടുണ്ട്. ഇനി ബാലൻസിൽ നമുക്ക് അടിയിൽ ഇറക്കാനുള്ളതാണ് ഏകദേശം. ഇനി നമുക്ക് ഇവിടുന്ന് കീപ്പോട്ടുള്ള ഭാഗം മാത്രമേ ഇറക്കാനുള്ളൂ. ബാക്കി മുകൾക്കുള്ള എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് പൂർണ്ണമായിട്ടുള്ള രൂപം. അടി മുതൽ മുകളിൽ വരെ എല്ലാ ലൈനും റെഡി ആയിട്ടുണ്ട്. ഫുൾ ക്ലാമ്പ് ടു ക്ലാമ്പ് അടിച്ച് ഫുൾ ഓക്കെ ആയി. എന്നാൽ ശരി.